മാതാപിതാക്കൾ തീർച്ചയായിട്ടും കുട്ടികളെ ജീവിതത്തിൻ്റെ മറ്റ് ലഹരികൾ കണ്ടെത്താനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കണം. വായന ഒരു ലഹരിയാക്കി മാറ്റാൻ പറ്റും. പക്ഷെ നമ്മുടെ കുട്ടികൾ കരുതുന്നത് വായന വല്ലാതെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നാണ്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ പോലും ഒരുപക്ഷെ കരുതിയേക്കാം ഇപ്പോൾ ആരും വായിക്കുന്നൊന്നുമില്ല, എല്ലാവരും മൊബൈൽ ഫോണിലും മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലുമാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും അല്ല. ധാരാളം വായിക്കുന്ന കുട്ടികളും മുതിർന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഒരു അനുഭവം ഉണ്ടായത്, ഞാൻ 2 വീലറിൽ കോളേജിലേക്ക് പോകുന്ന വഴി എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് ഈ വണ്ടി കയറ്റി വെച്ചിട്ട് കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ തൊട്ടടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിലേക്ക് കയറി ചെന്ന് എൻ്റെ 2 വീലർ അവിടെ വെച്ചു. വൈകിട്ട് കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് ഈ 2 വീലർ എടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഞാൻ കുറച്ച് സമയം ആ വീട്ടിലിരുന്ന് സംസാരിച്ചു. എനിക്കൊരു പരിചയമില്ലാത്ത ഒരു വീടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി. അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അവൻ്റെ പേരൻസ് പറയുമായിരുന്നു, ഈ 6ാം ക്ലാസ്സിൽ എത്തിയ ആ പയ്യൻ 600ഓളം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 600 പുസ്തകങ്ങൾ ഇവൻ വായിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ അവിശ്വാസം കണ്ട് ഇവൻ എഴുതി വച്ചിട്ടുള്ള ഈ 600 പുസ്തകങ്ങൾ, 600-ലധികം പുസ്തകങ്ങളുണ്ട്, 600-ലധികം പുസ്തകങ്ങളുടെ അവൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ ഒരു ചെറിയ സമ്മറിയും എഴുതി വച്ചിരിക്കുന്ന പല പല നോട്ട്ബുക്കുകൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ചില പുസ്തകങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അവൻ പലവട്ടം വായിക്കും. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ അവൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുകയുണ്ടായി. ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ വായനയുടെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് ഞാൻ ആ പയ്യനോട് ചോദിച്ചു. കൊച്ചു പയ്യനാണ്. അവൻ പറഞ്ഞു അവൻ്റെ ചേട്ടൻ നന്നായി വായിക്കും. ചേട്ടൻ MBBS പഠിക്കുവാണ്. അപ്പോൾ ചേട്ടൻ നന്നായി വായിക്കുന്ന ആളാണ്. അപ്പോൾ അനിയനെയും മനഃപൂർവ്വം വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവരാദ്യം അവന് ചെറിയ കൊച്ചു കഥാപുസ്തകങ്ങളും കൊച്ചു ചിത്രകഥയുടെ പുസ്തകങ്ങളും ഇവന് കൊണ്ടു കൊടുത്തു. മാത്രമല്ല ഇവനൊരു ഇൻസെൻറ്റീവ് കൊടുത്തു. അതായത് ഇത്ര പുസ്തകം ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ആഴ്ചകൾക്കുള്ളിൽ വായിക്കുകയും ഈ ചെറിയ കുറിപ്പ് എഴുതുകയും ചെയ്താൽ അവൻ ഇങ്ങനെ ഒരു സമ്മാനം അവന് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അവൻ്റെ പേരൻസ് ആ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ആദ്യം വായിക്കാൻ തുടങ്ങി. പിന്നീട് വായന അവനൊരു ലഹരിയായിട്ട് മാറി. എനിക്ക് തന്നെ ആ കുഞ്ഞിനോട് സംസാരിക്കാൻ ഭയം തോന്നി. കാരണം അത്രമേൽ വായനയും അത്രമേൽ അറിവുമുള്ള, എന്നോട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു 6ാം ക്ലാസ്സുകാരൻ. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വായിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇവൻ്റെ വായന കണ്ട്, ഇവൻ്റെ വായനയിലുള്ള ഇവൻ്റെ ഈ ലഹരി കണ്ട്, അതിലുള്ളൊരു ആനന്ദം കണ്ട് അവൻ്റെ ചില കൂട്ടുകാരും ഈ വായനയുടെ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇങ്ങനെ വായിക്കണമെന്ന് നിർബന്ധമില്ല. ചില കുട്ടികൾക്ക് സ്പോർട്സിലായിരിക്കും താല്പര്യം. നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ കലാലയങ്ങളിലും കുട്ടികൾക്ക് ക്ലാസ് ടൈം കഴിഞ്ഞും കുറച്ച് സമയം കളിക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീടുകളിലും വിദ്യാലയങ്ങളിലും മാത്രം വരാം, നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ സ്പോർട്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ കുറേ കൂടി കളിക്കാനുള്ള ഒരു പ്രേരണയിലേക്ക് മാറ്റുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞിലേ മുതലേ കുട്ടികളെ ഒരു അച്ചടക്കത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒരു നിഷ്ഠയിലേക്കും ഒരു ശീലത്തിലേക്കും ജീവിതത്തെക്കുറിച്ചുള്ളൊരു അവബോധത്തിലേക്കുമൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇത്തരം വായനകൾക്കും ഇത്തരം പരിശീലനങ്ങൾക്കും കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മാതാപിതാക്കളും അധ്യാപകരും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കൂ, അവരേതൊരു തെറ്റായ കാര്യത്തിലേക്കും അവരുടെ ജീവിതം വഴുതി വീണിട്ടുണ്ടാവുക മിക്കവാറും അവരുടെ കൂട്ടുകാരുടെ പ്രേരണ കൊണ്ടായിരിക്കാം. കൂട്ടുകാരുടെ പ്രേരണ അല്ലെങ്കിൽ നിർബന്ധം സഹിക്കവയ്യാതെ അതിലേക്ക് പെട്ടുപോയിട്ടുള്ള കുട്ടികളുടെ കഥകൾ നമുക്ക് ധാരാളമായിട്ട് അറിയാം. അപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഇത്തരം ദുശീലങ്ങൾ പരീക്ഷിച്ച് നോക്കാനുള്ള സാധ്യതകളിലേക്ക് കുട്ടികൾ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിരിക്കുക, കൂട്ടുകാരുടെ സിലക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് അവബോധം കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ഒരിക്കൽ വീണുപോയാൽ
വീണ്ടും കരകയറാനായിട്ട് അങ്ങേറ്റം ശ്രമകരമായ ഈ ലഹരി എന്ന് പറയുന്ന ഈ മഹാവിപത്തിനെ അകറ്റി നിർത്താനായിട്ട് നാടൊന്നിച്ചു പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഒരു വലിയ മാഫിയയുടെ പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അഭിമാനകരമായി കരുതുന്നത് ഇവിടുത്തെ യുവജന സമ്പത്താണ്. 60% ചെറുപ്പക്കാരുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവജനങ്ങളുടെ ശക്തിയാണ്, യുവജനങ്ങളുടെ സാന്നിധ്യമാണ്. ഈ യുവജനങ്ങളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശേഷികൾ, അവരുടെ സാധ്യതകൾ ദൈവം അവരിൽ നിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സുബോധം എന്ന് പറയുന്നത്. ആ സുബോധമാണ് കെടുത്തിക്കളയുന്നത്. സുബോധമില്ലെങ്കിൽ ഒരാളെ അല്ല, അയാളുടെ മനുഷ്യത്വം എന്ന് പറയുന്ന ആ മഹാദാനം തന്നെ ഇല്ലാതായിത്തീരുന്ന അത്യന്തം നിർഭാഗ്യകരമായ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മുതിർന്നവർ മാറിപ്പോകാതെ നാടൊട്ടുക്ക് പ്രതിജ്ഞാബദ്ധരാവുകയും അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള സഹായങ്ങൾ ഇവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും ഗൗരവതരമായ ഉത്തരവാദിത്വമായി, ബാധ്യതയായി നാം തിരിച്ചറിയേണ്ടതുണ്ട്.